തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 7 മാസം മുമ്പ് 350 പവൻ കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. പൊന്നാനി പാലക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. മോഷണകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 തമിഴ്നാട് സ്വദേശികളെ ഇനിയും പിടികൂടാനുണ്ട്. അന്വേഷണത്തിന്റെ 1ാം ഘട്ടം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂവെന്ന് SP R വിശ്വനാഥ് പറഞ്ഞു. ടൂൾ മാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ, ചമ്മറവട്ടം റോഡ്, ആലത്തിയൂർ. വാടനാപ്പള്ളി സ്വദേശിയും പൊന്നാനിയിലെ താമസക്കാരനുമായ സുഹൈൽ, പൊന്നാനി സ്വദേശി നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. സുഹൈൽ മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ്. മറ്റു 2 പേരും പ്രതികളെ രക്ഷപ്പെടാനും സ്വർണം വിൽക്കാനും സഹായിച്ചവരാണ്. പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു മേജർ മോഷണ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുക. എൻ്റെ ഒരു ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. ഈ കേസ് എന്ന് പറയുന്നത് ഒരു അബാൻഡൻഡ് ഹൗസ്, അതായത് വീട്ടിൽ ആളില്ലാതെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ലോക്കർ കുത്തി തുറന്ന് ഏതാണ്ട് 3.5 കിലോയിലധികം സ്വർണ്ണാഭരണങ്ങളും കോയിനുകളുമായിട്ടുള്ള ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കളവ് പോയതായിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്ന് ആ സമയം മുതൽ നമ്മളതിൻ്റെ പ്രസ്യൂട്ടിലാണ് പലവിധ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി, അതൊരു സുഹൈൽ 50-ലധികം മോഷണ കേസിലെ പ്രതിയാണ്. ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ്. അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി, ഇയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല. എന്നിരിക്കലും ആളുടെ ഇൻവോൾവ്മെന്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ്, അതിനുശേഷം ഇതിന്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ. പിന്നീടുള്ളൊരു മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. മനോജ് തന്നെയാണ് സുഹൈലിന് ഇതിനു മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു. സുഹൈലിന് നാട്ടിലെമ്പാടും കേസുകളുണ്ട്, പലയിടങ്ങളിലും ഇല്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട്, എക്സാക്ട്ലി പറഞ്ഞാൽ കഴിഞ്ഞ 2.5 മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ഷാഡോ മൂഡിലാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് ഏപ്രിൽ 13 പുലർച്ചെ വൻ മോഷണം നടന്നത്. ദുബായിൽ താമസിക്കുന്ന രാജീവന്റെ അടുത്തേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യ വീടടച്ചിട്ട് എത്തിയിരുന്നു. ഈ സാഹചര്യം മുതലെടുത്താണ് ആരുമില്ലാത്ത വീട്ടിൽ മോഷണം നടന്നത്. വീട്ടിലെ ലോക്കറിലുണ്ടായിരുന്ന സ്വർണമാണ് നഷ്ടപ്പെട്ടത്. വിദേശത്തായിരുന്ന കുടുംബം നാട്ടിലെത്തി നഷ്ടം സ്ഥിരീകരിച്ചു. വീട് വൃത്തിയാക്കാൻ ജോലിക്കാരി എത്തിയപ്പോഴാണ് വീടിന്റെ പിൻവാതിൽ തകർന്ന നിലയിൽ കണ്ടത്. CCTVയും തകർന്നിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യം മനസ്സിലാക്കി വീടും പരിസരവും കൃത്യമായി അറിയുന്ന ആളാകാം മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളിലേക്ക് എത്തിയത്. വെട്ടൻ ന്യൂസ്, പൊന്നാനി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.